നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ആദ്യ റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. പാകിസ്ഥാനെതിരെ സാക്ഷാൽ ബ്രഹ്മോസ് മിസൈൽ തന്നെ പ്രയോഗിച്ചെന്ന് വെളിപ്പെടുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാനിലെ രാത്രിയെ പകലാക്കി മാറ്റി. പാകിസ്ഥാൻ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ഭീകരരെ സഹായിക്കുന്നതിന് തുല്യമാണെന്നും ഭുജിലെ വ്യോമതാവളത്തിൽ വെച്ച് പ്രതിരോധ മന്ത്രി പറഞ്ഞു. സേനയുടെ കരുത്ത് കൂട്ടാൻ പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപ വർദ്ധിപ്പിക്കാനും കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ब्रह्मोस मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है. हमारे देश में एक कहावत काफी पुरानी है और वह है दिन में तारे दिखना. പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ കനത്ത നാശം വിതച്ചതെങ്ങനെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാദ്യമായാണ് പാകിസ്ഥാനെതിരെ ബ്രഹ്മോസ് മിസൈൽ തന്നെ പ്രയോഗിച്ചെന്ന് ഇന്ത്യ വെളിപ്പെടുത്തുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസിന്റെ കരുത്ത് ലോകത്തിന് ബോധ്യപ്പെടുന്ന നിമിഷം. 15 ബ്രഹ്മോസ് മിസൈലെങ്കിലും പ്രയോഗിച്ചെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടത് ട്രെയിലർ മാത്രമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നത് അന്താരാഷ്ട്ര ഏജൻസികൾ അവസാനിപ്പിക്കണം. സഹായം ചെല്ലുക ഭീകരരുടെ കൈകളിലേക്കാണ്. കൊടും ഭീകരൻ മസൂദ് അസറിന് 14 കോടി രൂപ നൽകാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. പഹൽഗാം സംഭവത്തിന് ശേഷവും IMF പാകിസ്ഥാന് സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. 50,000 കോടി രൂപ അധികമായി അനുവദിച്ചാൽ ആകെ പ്രതിരോധ ബജറ്റ് 7 ലക്ഷം കോടി കടക്കും. നിലവിൽ 6.81 ലക്ഷം കോടിയാണ് പ്രതിരോധ ബജറ്റ്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അധിക തുകയ്ക്ക് അനുമതി നേടാനാണ് നീക്കം. പുത്തൻ ആയുധങ്ങൾ വാങ്ങുന്നതിനൊപ്പം തദ്ദേശീയമായ ആയുധങ്ങൾ വികസിപ്പിക്കാനുമാണ് തുക വിനിയോഗിക്കുക. നമ്മുടെ സൈന്യത്തിന്റെ കരുത്ത് ലോകത്തിന് ബോധ്യപ്പെട്ട ദിനങ്ങളാണ് കഴിഞ്ഞുപോയത്. ഭാവി മുന്നിൽ കണ്ട് എല്ലാവിധ ഭീഷണികളെയും തോൽപ്പിക്കാനുള്ള കരുത്ത് കൂട്ടുകയാണ് നമ്മുടെ പ്രതിരോധ സേന. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ തെളിവുകൾ കൈമാറിയിരിക്കുന്നു ഇന്ത്യ. പഹൽഗാം ആക്രമണത്തിൽ സംഘടനയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളാണ് കൈമാറിയത്. പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സർവകക്ഷി സംഘത്തെയും ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കും. UN ഉപരോധ കമ്മിറ്റിക്ക് മുന്നിലാണ് പഹൽഗാം ആക്രമണത്തിലെ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ കൈമാറിയത്. ലഷ്കർ ഇ തൊയ്ബയുടെ പോഷക സംഘടനയായ TRF പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പഹൽഗാം ആക്രമണത്തെ അപലപിച്ച UN സുരക്ഷാ കൗൺസിൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ സംഘടനയുടെ പേര് ഒഴിവാക്കിയിരുന്നു. പാകിസ്ഥാന്റെയും ചൈനയുടെയും സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു ഇത്. തുടർന്നാണ് തെളിവുകളുമായി ഇന്ത്യൻ സംഘം ന്യൂയോർക്കിലേക്ക് തിരിച്ചത്. അതിനിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ ഇന്ത്യ നീക്കം ശക്തമാക്കി. MPമാരുടെ പ്രതിനിധി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനാണ് തീരുമാനം. 5 മുതൽ 6 MPമാർ അടങ്ങുന്ന സംഘം US, UK, ദക്ഷിണാഫ്രിക്ക, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളാകും സന്ദർശിക്കുക. മെയ് 22-ന് ശേഷമായിരിക്കും പര്യടനം. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് സംഘത്തെ ഏകോപിപ്പിക്കുന്നത്. ഇതിനകം MPമാർക്ക് ക്ഷണക്കത്തും അയച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും ഇന്ത്യയുടെ നിലപാടിനെ പറ്റിയും സംഘം വിദേശ പ്രതിനിധികളെ ധരിപ്പിക്കും. ഇരു രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ DGMO തല ചർച്ചയിൽ വെടിനിർത്തൽ 18 വരെ നീട്ടാനും ധാരണയായി. 24 ഡൽഹി. ജമ്മു കശ്മീരിൽ 48 മണിക്കൂറിനിടെ 6 ഭീകരരെ വധിച്ചതായി സൈന്യം. ഭീകരരെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ വിഭാഗങ്ങൾ ഉറപ്പു നൽകി. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിലെത്തി. പഹൽഗാം ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കടുത്ത നടപടിയാണ് വിവിധ സേനാ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തുന്നത്. മെയ് 12-നാണ് ഷോപ്പിയാൻ മേഖലയിൽ ഭീകര സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിക്കുന്നത്. പിറ്റേന്ന് പുലർച്ചെ തന്നെ സൈന്യം പ്രദേശം വളഞ്ഞ് തെരച്ചിൽ തുടങ്ങി. വനത്തിൽ ഏറെ ദുഷ്കരമായ ഓപ്പറേഷനാണ് സേന വിജയകരമായി പൂർത്തിയാക്കിയത്. 3 ഭീകരരെ വധിച്ചു. 48 മണിക്കൂറിനുള്ളിൽ അടുത്ത ഓപ്പറേഷൻ. ത്രാലിലെ നാന്ദേറിൽ ഗ്രാമത്തിനകത്താണ് ഭീകരർ എത്തിയതെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കി. इन दोनों ऑपरेशंस में CRP, आर्मी, जम्मू कश्मीर पुलिस का शाना बशाना रोल रहा है और इन लोगों ने, हमारे जवानों ने और हमारे अफसरों ने कंधे से कंधा मिला के इन ऑपरेशंस को अंजाम दिया है. इन दोनों ऑपरेशंस में 6 टेररिस्ट को न्यूट्रलाइज किया गया. ഗ്രാമത്തിലെ വീടുകളിൽ ഒളിച്ചിരുന്നാണ് ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. ഗ്രാമവാസികളെ മറയാക്കാൻ ശ്രമമുണ്ടായി. സാധാരണക്കാർക്ക് അപായമൊന്നും പറ്റാതെ വേണമായിരുന്നു ഭീകരരെ നേരിടേണ്ടത്.
അതും വിജയകരമായി പൂർത്തിയാക്കാൻ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞു. ജർമ്മൻ വിനോദസഞ്ചാരികളെ ആക്രമിച്ച ഷാഹിദ് കുട്ടെ അടക്കമുള്ള 3 ഭീകരരെ കൂടി വധിച്ചു. വനമേഖലയിലടക്കം സൈന്യം ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. 24 ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാർ ഇടിപ്പിച്ചത് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ എന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. തർക്കത്തിനിടെ പ്രതികൾ കാറെടുത്ത് പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് എത്തിയിട്ട് പോയാൽ മതിയെന്ന് ഐവിൻ പറഞ്ഞത് പ്രകോപനത്തിന് കാരണമായി. കാറിനടിയിൽപ്പെട്ട ഐവിനെ 37 മീറ്റർ വലിച്ചിഴച്ചുവെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീകാന്ത്, ഇപ്പോൾ ഐവിൻ കൊലപാതകത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രകോപനമായത് പോലീസ് എത്തിയിട്ട് പോയാൽ മതി എന്ന് ഐവിൻ പറഞ്ഞതാണ്. ആ സമയത്ത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഈ കാർ ഐവിനെ ഇടിക്കുകയായിരുന്നു എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഈ പ്രതികളെ ഇപ്പോൾ ഈ മാസം 29 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷയൊക്കെ നൽകും. പിന്നാലെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലും നടക്കും. അതൊക്കെ തന്നെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഐവിനെ കാർ ഇടിപ്പിച്ചത് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. തർക്കത്തിനിടയിൽ പ്രതികൾ കാർ എടുത്ത് പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് ഐവിൻ പറഞ്ഞതാണ് പ്രകോപനകരമായത് എന്നാണ് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ ബോണറ്റിൽ വലിച്ചുകൊണ്ടുപോയ ശേഷം റോഡിലേക്ക് തെറിച്ച് വീണ ഐവിൻ കാറിനടിയിൽപ്പെട്ടു എന്ന് പറയുന്നു. കാറിനടിയിൽപ്പെട്ട ഐവിനെ 37 മീറ്റർ വലിച്ചിഴച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെ പ്രോസിക്യൂഷൻ വിശേഷിപ്പിച്ചത്. തൽക്കാലം റിമാൻഡിലാണ്. ഇനി കസ്റ്റഡിയുണ്ട്, തെളിവെടുപ്പുണ്ട്. ഇന്ന് വലിയ പ്രതിഷേധം അരങ്ങേറി. അത് നേരത്തെ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് ഡിവൈഎഫ്ഐയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസും കോടതിക്ക് പുറത്ത് പ്രതികളെ കൊണ്ടുപോകുമ്പോൾ പ്രതിഷേധിച്ചിരുന്നു. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയ്ക്ക് വിട നൽകിയിരിക്കുന്നു ജന്മനാട്. തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിലാണ് സംസ്കാരം നടന്നത്. ഐവിനെ കൊലപ്പെടുത്തിയവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടത്. ബൈക്കിൽ പോയാൽ നായ വട്ടം ചാടുമെന്ന ഭീതിയിലാണ് മകന് കാർ നൽകിയത്. അതൊരു മടങ്ങിവരവില്ലാത്ത യാത്രയായി മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ അമ്മ. നാട്ടുകാർക്ക് ഇനിയും നടുക്കം മാറിയിട്ടില്ല. അമ്മാന്ന് പറഞ്ഞില്ലേ, 2 വീലറിൽ പോയാ പട്ടിയായി ചാടുന്ന കാറിൽ വിട്ടു തരുമ്പോൾ സഹിക്കാൻ പറ്റില്ല. കേട്ടപ്പോ നമ്മളുടെ കണ്ണിൽ തന്നെ ഒഴിപ്പോയി. മനുഷ്യ മനസാക്ഷിക്ക് തന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ അത്ര അതിക്രൂരമായിട്ട്. ഞാൻ നല്ല പോസ്റ്റ്മോർട്ടം സ്ഥലത്തുണ്ടായിരുന്നു. അവിടുന്ന് കൈയുടെ ഒരു ഭാവമൊന്നുമില്ല. വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അവനെ ഇങ്ങനെ ചെയ്ത ആളെ നിയമത്തിന്റെ മുന്നേ കൊണ്ടുവന്ന് കൃത്യമായ അവന് ഒരു വിധി ന്യായത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്. നാളെ ഒരു പിള്ളേർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. കൊലപാതകികളായ CISF ഉദ്യോഗസ്ഥർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇത് ഒരു അപകടമല്ല, ക്രൂരമായ കൊലപാതകമാണ്. അത് ഉത്തരവാദികളായ ആളുകളെ കൊലക്കുറ്റത്തിന് തന്നെ കേസെടുത്ത് അവർക്കെതിരായ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. ഐവിന്റെ അമ്മയുടെ കണ്ണീരിന് മറുപടി നൽകാൻ ആർക്കുമാവില്ലെങ്കിലും കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. ഇനി ഐവിൻ ജിജോമാർ ആവർത്തിക്കാതിരിക്കണം. മാഹിൻ ജാഫറിനൊപ്പം വിഷ്ണു സുരേഷ്, 24. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബേലിൻ ദാസിന് ജാമ്യമില്ല. പ്രതിയെ 14 ദിവസത്തേക്ക് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. കുറ്റകൃത്യത്തിന്റെ ആഴം കോടതിക്ക് ബോധ്യമായെന്ന് മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ഷാമിലി പ്രതികരിച്ചു. ഓഫീസിലെ 2 ജൂനിയർ അഭിഭാഷകർ തമ്മിൽ നടന്ന തർക്കത്തിൽ ഇടപെട്ടപ്പോൾ സംഭവിച്ചതാണ് മർദ്ദനം. പ്രതിക്ക് കുടുംബവും 3 കുട്ടികളുമുണ്ട്. സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തി, ലീഡിംഗ് അഭിഭാഷകനാണ്. ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഇതായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം തള്ളിയാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ സാക്ഷികളെയും ഇരയെയും പ്രതി സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും കോടതിയിൽ പറഞ്ഞു. ഇക്കാര്യങ്ങളായിരുന്നു ജാമ്യത്തെ എതിർക്കാനുള്ള പ്രോസിക്യൂഷന്റെ പ്രധാന വാദങ്ങൾ. പ്രതിഭാഗത്തിന്റെ വാദങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി പ്രതിയെ പൂജപ്പുര ജയിലിലെത്തിച്ചു.
കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ശ്യാമിലി പ്രതികരിച്ചു. നീതി കിട്ടിയെന്ന് തന്നെയാണ് കരുതുന്നത്. കോടതിക്കും ഇത് മനസ്സിലായി, ക്രൈമിൻ്റെ ഗ്രേവിറ്റി മനസ്സിലായി. കോടതി ഇങ്ങനെ റിമാൻഡ് ചെയ്തതിൽ നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, കോടതി എന്ത് തീരുമാനം എടുത്താലും അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തിയായിരിക്കും. പ്രതിയുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് പ്രതി ബെയിലിൻ ദാസിനെ പോലീസ് പിടികൂടിയത്. 24 തിരുവനന്തപുരം. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന CPIM മുതിർന്ന നേതാവ് G. സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുത്ത് പോലീസ്. ബൂത്ത് പിടിച്ചെടുത്തത് മുതൽ വ്യാജരേഖ ചമച്ചതുവരെയുള്ള വകുപ്പുകൾ ചുമത്തി. കേസെടുത്തതിൽ പോലീസ് വീഴ്ചയുണ്ടെന്ന് CPIM ജില്ലാ സെക്രട്ടറി R. നാസർ 24നോട് പറഞ്ഞു. G. സുധാകരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. G. സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിലാണ് ആലപ്പുഴ സൗത്ത് പോലീസിന്റെ നടപടി. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 6 വർഷം വരെ തടവ് ലഭിക്കാവുന്ന 4 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം ലഭിച്ച ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ തെളിവില്ലാതെയാണ് പോലീസ് നടപടി എന്ന വിമർശനവുമായി CPIM ജില്ലാ സെക്രട്ടറി R. നാസർ രംഗത്തെത്തി. അപ്പൊ അതിനെക്കുറിച്ച് ഒരു FIR ഇടുമ്പോഴത്തേക്ക് അന്വേഷണം നടത്തണ്ടേ? പ്രാഥമിക അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് FIR ഇടാനൊക്കൂ. G. സുധാകരന് വീഴ്ച സംഭവിച്ചു എന്നും കേസ് വന്നെങ്കിൽ നേരിടട്ടെ എന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതേസമയം തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന സുധാകരന്റെ വിവാദ പ്രസംഗം തള്ളി 1989 LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച KV ദേവദാസ് രംഗത്തെത്തി. എനിക്ക് അത്ഭുതം തോന്നി ആ റിപ്പോർട്ടുണ്ടപ്പോൾ. എന്താ ഇങ്ങനെ പ്രതികരിക്കാൻ? ഞാൻ എൻ്റെ ശ്രദ്ധയിൽ, സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു സംഭവം പെട്ടിട്ടില്ല. ആരും എൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുമില്ല. കേസ് സംബന്ധിച്ച് പ്രതികരിക്കാൻ G. സുധാകരൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴ സൗത്ത് പോലീസ് ഉടൻ G. സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തും. 24 ആലപ്പുഴ. മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. 2ഇടത്താണ് കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രിയിലും RRT സംഘത്തിന്റെ നിരീക്ഷണമുണ്ടാകും. കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തി. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു ഗഫൂറിന്റെ കുടുംബത്തിന് ഇന്ന് കൈമാറി. നാട്ടുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അടക്കാക്കുണ്ട് പറശ്ശേരി മേഖലകളിൽ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ വനംവകുപ്പ് പ്രസ്തുത മേഖലകളിൽ പ്രത്യേക തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കാളികാവ് പാറശ്ശേരിയിൽ വനംവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഇന്നലെ രാത്രി സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല. എന്നാൽ റാവുത്തൻമലയിൽ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവ ആക്രമണമുണ്ടായ സ്ഥലത്തും സമീപത്തെ അരുവിക്കടുത്തും കൂടുകൾ സ്ഥാപിച്ചു. 20 പേരടങ്ങുന്ന 3 റാപ്പിഡ് റെസ്പോൺസ് ടീം തിരച്ചിലിനുണ്ട്. ഇപ്പോൾ ഇന്ന് തിരച്ചിലിന് സമയത്ത് അവർക്ക് പഗ് മാർക്ക്, റാക്കിംഗ് മാർക്സ്, ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും. അത് വച്ചിട്ട് നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ കഴിയും. അത് എവിടെയാണ് അതിൻ്റെ ഹൈഡിംഗ് പ്ലേസ്, അതിന് നാരോ ഡൗൺ ചെയ്തിട്ട് അതിനുള്ള അത് നോക്കിയിട്ട് അതിന്റെ ഫർദർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഡ്രോൺ പരിശോധനയും ആരംഭിച്ചു. കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കഴുത്തിന്റെ പിൻവശത്ത് ആഴത്തിലുള്ള കടിയേറ്റിട്ടുണ്ട്. ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മാംസം കടിച്ചെടുത്തു. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ടെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കാളികാവിലെ വനം വകുപ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. വനം മന്ത്രിയുടെ കയ്യും കാലും കെട്ടി കടുവക്കൂട്ടിൽ ഇടണമെന്ന് DCC പ്രസിഡന്റ് VS ജോയ്. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു കടൽ കിഴവനാണ് കേരളത്തിന്റെ വനം മന്ത്രി. അയാളുടെ കയ്യും കാലും കെട്ടി ഈ കടുവക്കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താലേ പ്രാണഭയം എന്ത്, ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിലെ ആദ്യ ഗഡു 5 ലക്ഷം രൂപ ഗഫൂറിന്റെ കുടുംബത്തിന് കൈമാറി. 24 മലപ്പുറം. ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഒരു വാർത്താക്കുറിപ്പ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ കണ്ണൂരിലെ കലാപം ഉണ്ടാക്കാൻ CPMന്റെ ശ്രമമുണ്ട്. അതിനെതിരെയാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ആസൂത്രിതമായ ആക്രമണങ്ങളിലൂടെയും പ്രകോപനങ്ങളിലൂടെയും കണ്ണൂരിൽ CPIM കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് KPCC അധ്യക്ഷന്റെ കുറ്റപ്പെടുത്തൽ. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഒതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടവർ വിജിലൻസിന്റെ പിടിയിൽ. കൊല്ലം ജില്ലക്കാരനായ കശുവണ്ടി വ്യാപാരിയോട് ആവശ്യപ്പെട്ടത് 2 കോടി രൂപ. തമ്മന സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി എന്നിവരാണ് പിടിയിലായത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഇതൊരു
വ്യത്യസ്തമായ കേസാണല്ലോ. എന്താണ് ഈ ED കേസ്? അത് ഒതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഈ ഉദ്യോഗസ്ഥർ ആരാണ്? അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ, ഒരു കശുവണ്ടി വ്യവസായിക്ക് ED-യുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിന്നിരുന്നു. കോവിഡ് കാലത്താണ് ആ കേസ് ഉണ്ടായത്. അത്തരം ഒരു കാര്യങ്ങൾ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തത്. പിന്നാലെ ഈ കേസിന്റെ വിവരങ്ങൾ ഈ തമ്മനം സ്വദേശി, പിടിയിലായ തമ്മനം സ്വദേശി വിൽസണും ഈ രാജസ്ഥാൻകാരൻ മുരളിയും അറിയുന്നു. അങ്ങനെയാണ് ഈ കശുവണ്ടി വ്യവസായിയെ ഇവർ സമീപിക്കുന്നത്. ED കേസ് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് 2 കോടി രൂപ ഞങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടത്. അഡ്വാൻസ് ആയി 50,000 രൂപ ആദ്യം ആവശ്യപ്പെട്ടു, പിന്നീട് 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇതൊരു ട്രാപ്പാണെന്ന് ഈ വ്യവസായിക്ക് മനസ്സിലായതോടെയാണ് വിജിലൻസിന് വിവരം അറിയിച്ചത്. തുടർന്നാണ് ഈ 2 ലക്ഷം രൂപ ഇവർ ആവശ്യപ്പെട്ട പ്രകാരം നൽകാമെന്ന് സമ്മതിച്ചത്. അങ്ങനെ ആ വിവരം വിജിലൻസിനെ അറിയിച്ചിരുന്നു. ഇന്നലെ പനമ്പള്ളി നഗറിൽ വെച്ച് ഈ 2 ലക്ഷം രൂപ ട്രാപ്പ് എമൗണ്ട് കൈമാറാൻ എത്തുന്ന ഘട്ടത്തിലാണ് ഈ തമ്മനം സ്വദേശിയായ വിൽസനെയും അതോടൊപ്പം രാജസ്ഥാൻകാരൻ മുരളിയെയും വിജിലൻസ് പിടികൂടിയത്. കൊച്ചി വിജിലൻസ് ആണ് പിടികൂടിയത്. അതായത് ഇതൊരു വലിയ ശൃംഖലയാണ് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നത്. അതുകൊണ്ട് 2 കോടി രൂപയാണ് ഈ രീതിയിൽ ഈ കേസ് ഒതുക്കാനായി ആവശ്യപ്പെട്ടത്. അവരാണ് ഇപ്പോൾ പിടിയിലായത് എന്നതാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നൽകിയ വിവരം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താ സന്ധ്യ പൂർത്തിയാവുകയാണ്. ഇനി പൊതുജനം കഴുതിലെ സാർന്ന പരിപാടിയുമായി TK റീത് ചേരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.